എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി മെറിറ്റ് കോട്ട തേർഡ് അലോട്ട്മെൻറ്റ്, സ്പോർട്സ് കോട്ട സെക്കൻഡ് അലോട്ട്മെൻറ്റ്, അതുപോലെ തന്നെ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലേക്കുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ടുകൾ പ്രസിദ്ധീകരിച്ചു. അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് വിദ്യാർത്ഥികൾ HSCAPലെ കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന ഈ ഒരു ലിങ്ക് വഴി മെറിറ്റ് കോട്ടയുടെയും അതുപോലെ തന്നെ സ്പോർട്സ് കോട്ടയുടേത് അറിയാനായിട്ട് നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്നുള്ള ഈ ഒരു ലിങ്ക് വഴിയും നിങ്ങൾക്ക് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലേത് അറിയാനായിട്ട് ഈ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ MRS എന്നുള്ള ലിങ്ക് വഴിയും നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഏതിൻ്റെ റിസൾട്ടാണ് അറിയുന്നത് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ പാസ്വേഡും അതുപോലെ ഏത് ജില്ലയിലേക്കായിരുന്നു നിങ്ങൾ അപേക്ഷിച്ചത് അതുകൂടി നൽകി ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻ, യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്നും, അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്നും. അതുപോലെ അലോട്ട്മെൻറ്റ് മുൻ അലോട്ട്മെൻറ്റിൽ ഫസ്റ്റിലോ സെക്കൻഡിലോ ടെമ്പററി അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പുതുതായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ അത് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നോ ചേഞ്ച് എന്നും പറഞ്ഞുകൊണ്ടാണ് കാണാനായിട്ട് പറ്റുക. അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ, അത് കൺഗ്രാജുലേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ടിട്ടുള്ള വിദ്യാർത്ഥികൾ അവിടെ തന്നെ തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ലിങ്ക് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുകയും അതിനുശേഷം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ അല്ലെങ്കിൽ പ്രിൻറ്റ് അലോട്ട്മെൻറ്റ് ലെറ്റർ എന്നിങ്ങനെ ഒരു ഓപ്ഷനും കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ പ്രിൻ്റ് ഔട്ട് എടുക്കാൻ സാധിക്കും. അതുപോലെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങളുടെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് മനസ്സിലാക്കുന്നതിനും സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുകയും ചെയ്യുക. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് അതായത് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ ഇന്ന് മുതൽ നാളെ വൈകുന്നേരം നിങ്ങൾക്ക് 5 മണി വരെ സ്പോർട്സ് കോട്ടയിലും അതുപോലെ ഈ ഒരു ജൂൺ 21-ാം തീയതി വൈകുന്നേരം 5 മണി വരെ നിങ്ങൾക്ക് മെറിറ്റ് കോട്ടയിലോ അതുപോലെ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലേക്കോ അഡ്മിഷൻ നേടാൻ സാധിക്കും. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും ഒരു കോട്ടയിൽ മാത്രമേ അഡ്മിഷൻ നേടാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള ഏതെങ്കിലും ഒരു കോട്ടയിൽ അഡ്മിഷൻ എടുക്കാനായിട്ട് പ്രത്യേകം കറക്റ്റായിട്ട് മനസ്സിലാക്കിയെടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഒരു കോട്ടയിൽ അഡ്മിഷൻ എടുത്താൽ മറ്റേ കോട്ടയിൽ ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ പോയിട്ട് ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ സ്കൂളിൽ പോയി ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സും ഫീസും ഒക്കെ എടുത്തുകൊണ്ട് പോയിട്ട് അഡ്മിഷൻ നേടാനും ശ്രദ്ധിക്കുക. അതുപോലെ വൊക്കേഷണൽ സെക്കൻഡറിയിലും ഹയർ സെക്കൻഡറിയിലും സ്പോർട്സ് കോട്ടയിലും അലോട്ട്മെൻറ്റ് ഈ മൂന്നിലും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണോ അഡ്മിഷൻ എടുക്കാനായിട്ട് താല്പര്യം, അതായത് എവിടെയാണ് കൂടുതൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളത് അവിടെ അഡ്മിഷൻ എടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഒരു കോട്ടയിൽ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് മറ്റേതിലേത് ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ചെയ്യപ്പെടുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.